ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു വെണ്ടയ്ക്ക പൊരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതേപോലെ കഴുകി ക്ലീൻ ചെയ്ത് നെടുകെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് അല്പം ഉപ്പും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും ഇനി ഇതിലേക്ക് ചാട്ട് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് പൊടിയെല്ലാം ഒന്ന് വെണ്ടയ്ക്കയിലോട്ട് പിടിച്ചു പറ്റുന്നതിനായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളം തളിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തീ എപ്പോഴും കൂട്ടി വേണം വെച്ചിരിക്കാൻ. നല്ല തീയിൽ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. വെണ്ടയ്ക്ക എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ ഇത് മുരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ശുഭാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ഉടനെ വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.